ട്രോമ ആണ്. നമുക്ക് ഇത് ഞങ്ങളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അതെ, എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു. പൊതുവെ പരക്കെ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് ബിഗ് ബോസിനെ പറ്റി. ഇതൊന്ന് കോമൺ പീപ്പിളിന് അറിയാൻ ഇച്ചിരി താല്പര്യമുള്ള കുറച്ച് കാര്യങ്ങൾ. അല്ല, ആദ്യത്തെ കാര്യമാണ് ചേച്ചി ബിഗ് ബോസിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇച്ചിരി ഇല്യൂമിനാലിറ്റി ഉണ്ടോ അവിടെ? നമ്മൾ ഒരു വീട്ടിൽ തന്നെ നമുക്കറിയാത്ത കുറെ ആളുകളുടെ കൂടെ കഴിയാണ്. നമ്മൾ നാച്ചുറലി കുറെ പേരായിട്ട് നമ്മൾ അടുക്കുകയും ചെയ്യും. പക്ഷെ എപ്പോഴും ഒരു നെഗറ്റീവ് സംഭവം എപ്പോഴും ഉണ്ട്. അതാണ് പൊതുവെ പറയുന്നത്. അതായത് അവര് വരുന്ന ബ്രാൻഡ്സ് അല്ലേ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന പേസ്റ്റ് സോപ്പ് ഒക്കെ, അതിലൊക്കെ ഇച്ചിരി പ്രശ്നമുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രാൻഡൊക്കെ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മളൊരു വീടിനകത്ത് അടഞ്ഞു കിടക്കുകയാണ്, നമ്മൾ വേറെ ഒന്നും പുറത്തേക്ക് പോകുന്നില്ല. സോ നമ്മൾ അവിടെ ഉണ്ടാകുന്ന കോൺവെർസേഷൻ നമ്മൾ അതിനകത്ത് തന്നെ ഒരു ലൂപ്പ്. ഇപ്പൊ റോൺസൺ എപ്പോഴും പറയും ഇതൊരു ലൂപ്പാണ്, ഇതിനകത്ത് നമുക്ക് മെമ്മറി കുറയുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്ത് തുടങ്ങി, പലർക്കും ഫീൽ ചെയ്തു. കാരണം വെച്ചാൽ ഞങ്ങൾ അതിനകത്ത് തന്നെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ ഡെയിലി സ്വപ്നം കാണുമായിരുന്നു. കാണുന്ന മൊത്തം അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ മാത്രം. ഞാൻ ഒരിക്കലും ഹസ്ബൻഡിനെ കണ്ടിട്ടില്ല, മോനെ കണ്ടിട്ടില്ല. അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ മാത്രമേ സ്വപ്നത്തിൽ വരുള്ളൂ. പിന്നെ ഞാൻ കണ്ട 2-3 സ്വപ്നങ്ങൾ അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അതെ, ഞാൻ എനിക്ക് സംഭവിക്കുന്നതായിട്ട് കണ്ടത് എന്റെ ഏതെങ്കിലും ഒരു അടുത്ത ഫ്രണ്ടിനായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഞാൻ എലിമിനേറ്റ് ആയിട്ട് പോകുന്ന കണ്ടു, ഞാൻ ഇന്ന വഴി കൂടെ പോയെന്ന് കണ്ടു. അതേപോലെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ചെല്ലുമ്പോ അങ്ങനെയാണ്. അത് ഒരു എനിക്കറിയില്ല, പവറിനെ കുറിച്ചും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. സോ ഉണ്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെയ്യുന്ന. ഞങ്ങളപ്പോ കഴിഞ്ഞ ദിവസം സാബു ചേട്ടനെ ഇന്റർവ്യൂ ചെയ്തിരുന്നത്. അപ്പൊ സാബു ചേട്ടൻ പറയുകയാണ്, ഏതോ ഒരു കണ്ടസ്റ്റന്റ് പുള്ളിക്കാരൻ്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല അതിൽ നിന്ന് തകിട് കിട്ടിയത്രേ. അത് ഞങ്ങൾ എന്നപ്പോഴും പറഞ്ഞു തകിടുണ്ടെന്ന്. അത് നോക്കിയപ്പോ എല്ലായിടത്തും തൂക്കിയിട്ടേക്കിട്ടുണ്ട്. അത് എനിക്കറിയത്തില്ല. അതിപ്പം ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇപ്പൊ ഈ തകിട് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വിശ്വാസമായിരിക്കും. നോർത്ത് ഇന്ത്യയിലെല്ലാം നടക്കുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പം ഓരോ ബിൽഡിങ്സിനും ഈ എനർജിയുടെ ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ എന്തായാലും എല്ലാ ദിവസവും മുട്ടുമെന്ന് പ്രാർത്ഥിക്കായിരുന്നു സേഫ് ആയിട്ട് പുറത്തിറങ്ങി. അതുപോലെ അറിയാൻ എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. അതായത് ഓഫ് കോഴ്സ് ഇതൊരു പേയ്മെന്റ് കിട്ടുമെന്ന് അറിയാം. ഇതെങ്ങനെയാണ്, വീക്കിലി ആണോ ഇതിന്റെ പേയ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ ഡെയിലി ബേസിസിലാണോ ഇതിന്റെ പേയ്മെന്റ് പോയിക്കൊണ്ടിരുന്നത്? പറയാൻ പാടില്ല, ഇത് പറയണ്ട. എമൗണ്ട് ഞാൻ ചോദിക്കുന്നില്ല. അത് വീക്ക്ലി ബേസിസ് ആയിരുന്നോ അല്ലെങ്കിൽ ഡെയിലി ബേസിസ് ആണോ? അത് രണ്ടും ഓരോരുത്തർക്ക് അത് അവര് ചാനലിൽ ഫിക്സ് ചെയ്യുന്നതാണ്. അത് ഡിപ്പെൻഡ്സ്. നമുക്ക് വേറൊരു കണ്ടസ്റ്റന്റിന്റെ പോലും അറിയത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ എപ്പോഴെങ്കിലും ഓഫർ വന്നിരുന്നോ ബിഗ് ബോസിലേക്ക്? ഈ പറഞ്ഞ പോലെ ഒരു നേരത്തെ അപ്പൂസ് പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും കപ്പിൾ ആയിട്ടാണ് വരുന്നത് എന്നുള്ളൊരു റൂമർ ആ സമയത്ത് ഉണ്ടായിരുന്നു. രണ്ടുപേരും കപ്പിളായിട്ട് ഒറ്റ കണ്ടസ്റ്റന്റ് ആയിട്ടാണ് വരുക എന്നുള്ളത്. ആദ്യത്തെ ആഴ്ച തന്നെ തിരിച്ചിങ്ങി വരായിരുന്നു. ചേട്ടൻ ഓഫർ ഉണ്ടായിരുന്നോ? ഇല്ല, ഓഫർ ഒന്നുമില്ല. എനിക്ക് വിളിച്ചില്ല. ഞങ്ങളുടെ എന്താ പറയാ, ഞങ്ങക്ക് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഗതിയെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വർഷമാണ് യാദർശികമായിട്ട് ധന്യക്ക് ഇങ്ങനെ ഒരു ഓഫർ വരികയും അത് വന്നു. അതിന് മുമ്പത്തെ വർഷമല്ല ധന്യ ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞൊക്കെ ന്യൂസ് പറഞ്ഞൊരു കാര്യമില്ല. അടുത്ത സീസണിൽ ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പോവോ? നമുക്ക് ഒന്നാമത്തെ കാര്യം, എനിക്ക് അതിനുള്ള ഒരു അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഹൗസിനകത്ത് പോകുന്നതിനെ പറ്റി ഞാൻ അതിനകത്ത് നിന്ന് ഞാൻ എന്നെ സങ്കല്പിച്ച് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇതുവരെ എന്തായാലും എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. ഞാനും ഇതുപോലെ ചിന്തിച്ചോണ്ടിരുന്ന കേട്ടോ. ഇപ്പൊ പറഞ്ഞ പോലെയൊക്കെ എനിക്ക് അതിനകത്ത് പോണെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് കോൾ വന്നപ്പോ ശരി പേരോട് പിന്നെ നോക്കാം. മണിക്കുട്ടൻ പോകില്ലെന്ന് പറഞ്ഞിരുന്നാണ്. മണിക്കുട്ടനെ ഞാൻ നല്ല സുഹൃത്തുക്കളാണ്. ഇതിനിടയിൽ നമ്മൾ പരിചയപ്പെടേണ്ട ഒരാളുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ വിട്ടുപോയതാ പരിചയപ്പെടുത്താൻ. ഹലോ, ഒന്ന് വരുമോ? ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരുമോ? ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറിന്റെ പേരൊന്ന് പറയോ? പേര് പറ. ജൊഹാൻ സാംസൺ ജോൺ. എന്റെ ഭയങ്കര പേരാണല്ലോ. തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ഫീച്ചർ എന്താന്ന് അറിയോ എനിക്ക്? കണ്ണ്. നല്ല കണ്ണാന്ന് എല്ലാരും പറയാറുണ്ടോ? തനിക്ക് ഇല്ല? എന്നാ ഞാൻ പറഞ്ഞേക്കും നല്ല കണ്ണാ. പറഞ്ഞിട്ടുണ്ടോ? രഞ്ജു ചേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ടോ?
നമ്മുടെ ഒരു ക്യാമറമാൻ ഉണ്ട് എന്റെ സീരിയലില്, പുള്ളി പറയുമായിരുന്നു. നല്ല കണ്ണെന്നാണ്. ഏക സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ? അമ്മേനെ പോലെ അച്ഛനെ പോലെയൊക്കെ താല്പര്യമുണ്ട്. അച്ഛനോട് പറയായിരുന്നില്ലേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം? പക്ഷേ ഇപ്പോഴല്ല, വലുതായിട്ട്. ഇനി വലുതായില്ല ഞാൻ. അവൻ കുഞ്ഞല്ലേ? എനിക്ക് 9 വയസ്സായിട്ട്. 9 വയസ്സായിട്ടുള്ളോ? പ്രായമൊന്നും പറയണ്ട. അത് പറയണ്ട. ക്ലാസ്സിൽ ചെല്ലുമ്പോ പറയാറുണ്ട് പിള്ളേരൊക്കെ അച്ഛന്റെ അമ്മയുടെ ഫാനാണ്, അമ്മ എന്തെടുക്കുന്നു അച്ഛൻ എന്തെടുക്കുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ടോ? അറിയോ പിള്ളേർക്കൊക്കെ അറിയോ അമ്മ ആക്ട്രസ് ആണെന്നും അച്ഛൻ? അപ്പൊ താനെന്ത് പറയും? ഇവൻ ഡാൻസ് കളിക്കോ? ഡാൻസ് കളിച്ചിട്ടൊക്കെ ഉണ്ട്. മോൺവാക്കൊക്കെ ചെയ്യും. കുറച്ച് സാധനങ്ങൾ. പിന്നെ ഞാൻ ഡാൻസ് എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ഞാൻ പഠിച്ച്, നമുക്ക് താല്പര്യം ഇല്ലാതെ ചുമ്മാ ഫോഴ്സ് ചെയ്ത് വിട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കീബോർഡ് വായിക്കാനൊക്കെ ഇഷ്ടമാണ്. കീബോർഡ് വായിക്കും. പിന്നെ എന്താ പറയുന്നേ, പാട്ട് ചെസ് കളിക്കും, റോളർ സ്കേറ്റിംഗ്, ഇവന് ഇഷ്ടമുള്ള എല്ലാ നമ്മള് അവസരങ്ങളും എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഒന്നിനും ഫോക്കസ് കൊടുത്തിട്ടില്ല ആള്. അവന് താല്പര്യമുള്ളത് ഏതാന്ന് പറഞ്ഞ അവൻ. ഇന്ന് നിനക്ക് സംസാരിക്കാനുള്ള സമയമാണ്. നിനക്ക് എന്താ താല്പര്യമുള്ള? എല്ലാം താല്പര്യമുണ്ട്. അച്ഛനോടാണോ അമ്മയോടാണോ ഇച്ചിരി താല്പര്യം കൂടുതലുള്ളത്? പക്ഷെ ഈക്വലാണോ? ആരാ പാവം? ആരാ ഈക്വലാണോ? പക്ഷെ എന്താണത്? വളരെ സേഫ് ആണ്. അച്ഛന്റെ മകൻ തന്നെയാണോ? നമ്മള് അച്ഛനെ അമ്മനെ സിനിമയില് ടിവിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ വീട്ടില്? എന്നാലും ഇച്ചിരി കുറുമ്പൊക്കെ ഉള്ള ആർക്കാ? ദേഷ്യമൊക്കെ ഉള്ള ആർക്കാ? നീ മനസ്സ് തുറന്ന് പറ, ഒന്നും പറയൂല. ഈക്വലാണോ? രണ്ടുപേരും പാവമാണോ? ഈക്വലാണോ? ആരെയും തള്ളി പറയില്ല. ഓക്കെ. അപ്പൊ പാട്ടുകാരനാവൂന്നൊക്കെയാണ് ഇവര് പറയുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ കുറച്ചുകൂടെ വലുതാകുന്ന സമയത്ത് പാട്ട് പാടട്ടെ അല്ലേ? ഇപ്പൊ പാട്ട് പാടുന്ന ആഗ്രഹമാണ്, പഠിച്ചു തുടങ്ങി. പക്ഷെ വലിയ സിംഗർ അങ്ങനെ അത്ര. പക്ഷെ അവൻ കീബോർഡൊക്കെ വായിക്കാൻ ഇഷ്ടമാണ്, പാട്ട് പഠിക്കാനും ഇഷ്ടമാണ്, എല്ലാത്തിനോടും ഇഷ്ടമുണ്ട്. ഓക്കെ. എന്തായാലും താങ്ക് യു മാൻ. നമ്മള് വിളിച്ചപ്പോ ഉടനെ തന്നെ വന്നില്ലേ? താങ്ക് യു സോ മച്ച്. അപ്പൊ പിള്ളേരൊക്കെ അന്വേഷിച്ചു എന്ന് പറയാം ക്ലാസ്സിൽ കേട്ടോ. താങ്ക് യു. അപ്പൊ നിന്റെ മേരിഗിരി സ്കൂളിലോ നിന്റെ ക്ലാസ്സിലെ എല്ലാവർക്കും ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മേരിഗിരി പബ്ലിക് സ്കൂളിൽ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞുതരാം. തീർന്നാ? അത്രയുള്ള. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇതുപോലെ നമ്മള് ചേച്ചിയുടെ ഒരു വീഡിയോ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിന് ശേഷമാണോ എന്നറിയില്ല, ഭയങ്കര വൈറലായിരുന്നു, മില്യൺ ഒരു വീഡിയോ ഉണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരും അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചിയോട് ചോദിച്ച സംഭവമായിരിക്കും കൃപാസനത്തിന്റെ ഡേറ്റ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ല? ഇപ്പൊ അയ്യോ, ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ഓർത്തെടുത്തത്. ഓർമ്മിപ്പിക്കല്ലേ? അവിടെ നിന്നപ്പോ ഡേറ്റ് ഞാൻ പറഞ്ഞങ്ങ് ഒരു പറഞ്ഞങ്ങ് പോയി. കുറച്ചിന് എനിക്ക് മനസ്സിലായി, ഓക്കെ ഡേറ്റ് മാറി. പിന്നെ ഞാൻ ഓർത്ത് എന്ത് കാര്യം ഇരിക്കുന്നു, തിരുത്തി പറയണ്ട, ഞാൻ സാക്ഷ്യം പറഞ്ഞങ്ങ് പോണു. ഈ ഡേറ്റിലൊന്നും നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. ഇത് ഇവര് സാക്ഷ്യങ്ങളെല്ലാം ഇവര് വീഡിയോ എടുത്ത് അവരുടെ യൂട്യൂബിൽ ഇടുമെന്നും ഇത് ഇത്ര ലക്ഷങ്ങൾ കാണുമെന്നും ഇതിന്റെ ഇടയിൽ നമ്മളെ ട്രോളാൻ ആളുകൾ വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ അത് ഞാനങ്ങ് വിട്ടു. ഞാൻ പറഞ്ഞ ഡേറ്റ് ഇത്ര തെറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഡേറ്റിന്റെ വേൾഡ്. ഡേറ്റിനെ മാത്രം പറഞ്ഞെങ്കിൽ വിഷമമൊന്നുമില്ലായിരുന്നു. പിന്നെ ഡേറ്റ് അല്ല, ഞാൻ അവിടെ പോയതിന്റെ ബേസിൽ എന്തൊക്കെ നെഗറ്റീവ് കമന്റ്സ് യൂഷ്വലി വന്നത്? പൈസ വാങ്ങിച്ച് പറയാന്ന് പറയുന്നത് അതൊരു ഒരാളുടെ ഒരു വിശ്വാസത്തെ അത് പറയുന്നത്. ഒന്ന് എനിക്ക് കൃപാസനം പോലെയുള്ള ഒരു ഇതിന് ക്യാഷ് മേടിച്ച് നമ്മൾ പോയി ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല. കാരണം ഞാനൊരു ബിലീവർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോ അങ്ങനെ ചെയ്യാൻ നമ്മള് വിശ്വസിക്കുന്ന ആരും പോയി ചെയ്യത്തില്ല. ഇങ്ങോട്ട് കാശ് മേടിച്ച് നമ്മള് ബേസിക്കലി നമ്മളെ പഠിപ്പിക്കുന്ന തന്നെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് മേടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല. അപ്പോ പ്രത്യേകിച്ച് സാക്ഷ്യം പോലുള്ള കാര്യങ്ങളൊക്കെ, കാരണം നമ്മളെ വിശ്വാസത്തെ അത് നേരെ ഉൾട്ടയാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോ വല്ലാതെ ഫീലായി. കാരണം ഇങ്ങനെ ഒരു ബാക്കി ഇപ്പൊ ഡേറ്റ് തെറ്റിന് ട്രോളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. കാരണം ചിലപ്പം അത് വരാം. പക്ഷെ ഇത് കാശ് മേടിച്ചു. പിന്നെ പറയുന്ന മൊത്തം ഈ ഒരു കൃപാസനത്തെ കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യം ഞാൻ അപ്പോഴാണ് ഇതിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കുന്നത്. അതുവരെ ഞാൻ യൂട്യൂബ് ചാനൽ കൃപാസനത്തിന്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കാണാറില്ല, ഇല്ലായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടുമില്ല. പക്ഷെ ഇതിനകത്ത് ഇവളുടെ അമ്മയ്ക്ക് ലേക്ക് ഷോറില് സർജറി ആയിരുന്ന സമയത്ത് നമ്മൾ കൃപാസനത്തിൽ പോയിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ആ മൊമെന്റ് ഒന്നും
ഇവർക്ക് ആർക്കും മനസ്സിലാവില്ല. ഇതിപ്പം ഈ അമ്മയുടെ കാര്യം പോലും അറിയാവുന്ന ഒരാളോട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഇതിനകത്ത് ഈവൻ ഈ നിങ്ങളുടെ മൈൽ സ്റ്റോൺ അല്ലേ, നിങ്ങള് ഗദ്ദാഫിയുടെ പ്രൊഡ്യൂസറിന് തന്നെ മീറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഡ്യൂസർ തന്നെയല്ലേ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ? അല്ല, ഈ പ്രോഗ്രാമിന്റെ PR-ക്ക് അവിടെ ഇരിക്കുന്ന ആളിന് വളരെ നന്നായിട്ട് അറിയാവുന്ന പറഞ്ഞാൽ അദ്ദേഹം ലേക്ക് ഷോറിൽ എന്നെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എപ്പോഴെന്ന് പറഞ്ഞാൽ അവിടുത്തെ മീഡിയ ടീമിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ ധന്യയുടെ അമ്മയുടെ സർജറിയുടെ സമയത്ത് അവിടെ പോയിരുന്നു. ആ സമയത്താണ് നിങ്ങളുടെ PR കണ്ടിട്ടുള്ളത്. ഇനി ചിലപ്പോ നമ്മൾ പൈസ കൊടുത്ത് നിങ്ങളെ പോലൊരു ടീമിനെ ഇറക്കി ഗദ്ദാഫിക്ക് കേരളിൽ പോവാം, അങ്ങനെയും പറയും. ഒരു സാധ്യതയില്ല. നമ്മൾ 10 പൈസ മുടക്കിയിട്ട് ഇങ്ങനെ ഒരു കാര്യം നമ്മളെ ബേസിക്കലി അറിയാവുന്നവർക്ക് അറിയാം, ഒരു സാധ്യതയില്ലെന്ന്. പക്ഷെ അറിയില്ലാത്തവർക്ക് തോന്നും ചിലപ്പോ അങ്ങനെയാണ്. മനഃപൂർവ്വം ഇന്റർവ്യൂ എടുപ്പിച്ച് ഇങ്ങനെ വന്നപ്പോ ഗദ്ദാഫിയുടെ PR വന്ന് എനിക്ക് തന്നെ ചേച്ചി അറിയാം, നേരത്തെ എവിടെ ലേക്ക് ഷോറിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ കഥ ഞാൻ പറയുന്നത്. പിന്നെ പലരും ഞങ്ങളുടെ ഒരു യൂട്യൂബിലെടുത്ത് ഞങ്ങൾ അതിന്റെ ഒരു റിപ്ലൈ ഒക്കെ കൊടുത്തു. അത് സംഭവിച്ച കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് റിപ്ലൈ കൊടുത്തു. പക്ഷെ അപ്പോൾ നമ്മൾ അതിന്റെ വർഷം പറഞ്ഞില്ല. 2020-ലാണ് അമ്മയുടെ ഈ ശരിക്കും അമ്മയുടെ ഒരു ആവശ്യമായിട്ട് പോയതല്ല. ഞാൻ അവിടെ പോയി ഉടമ്പടി എടുക്കുക എന്ന് പറയും. നമ്മൾ അവിടെ പോയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ വെച്ചിട്ട് ഞങ്ങളെ ബേസിക് പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മെയിനായിട്ട് എനിക്ക് 2-3 ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ആവശ്യം ഞാൻ പറഞ്ഞ കാര്യം ബ്രദറിന്റെ മാരേജും ഒക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് പ്രയോറിറ്റി അതായിരുന്നു. അപ്പം അത് വെച്ച് പ്രാർത്ഥിക്കാൻ പോയപ്പോഴാണ് അമ്മയുടെ ഈ അസുഖമൊക്കെ വരുന്നത്. പക്ഷെ അപ്പോഴാണ് കണ്ടുപിടിക്കണേ ഇത് പോയി ചെയ്യുന്ന സമയത്താണ്. അപ്പം എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കണം, മൺഡേസിൽ പോയി അവിടെ പ്രാർത്ഥിക്കണം. ആ സമയത്താണ് നമ്മുടെ ഓപ്പറേഷൻ, മൺഡേ ആണ് ഓപ്പറേഷൻ വെച്ചത്. അപ്പോൾ ഞാൻ അവരുടെ ഉടമ്പടി അനുസരിച്ച് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എല്ലാ മൺഡേസും പോകണമെന്നാണ്. അത് മന്ത്ലി ഉള്ള ഫസ്റ്റ് മൺഡേയോ അങ്ങനെ. ഞാനിപ്പോൾ ഓർക്കണേ 2 വർഷം മുമ്പ് ഈ ഓർമ്മക്കുറവ് അതെ അതെ. അപ്പോ പിന്നെ ഓർമ്മയില്ല. ഇത് ഇവിടെ അവള് അത് കിടന്ന് വളഞ്ഞു പിടിക്കാന്നൊക്കെ പറയും. എനിക്ക് എന്നെ കൊണ്ട് ഇതേ പറ്റൂ, ക്ഷമി, അതേ പറ്റൂ. അപ്പം ഒരു ആ സമയത്ത് മൺഡേ ഓപ്പറേഷൻ ടൈമിന് മമ്മിനെ കയറ്റുന്ന സമയത്ത് എനിക്ക് അറിയാലോ ലേക്ക് ഷോറിൽ നിന്ന് ചേർത്തല കഴിഞ്ഞിട്ട് ആലപ്പുഴയ്ക്ക് ഇടയിലാണ് ഈ കൃപാസനം വരുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ഇങ്ങനെ പോയി വരാമെന്ന്. നമുക്കൊരു 2 hours ജേർണി അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തുള്ളൂ മാക്സിമം. അപ്പം ഇത്രയും സമയമുണ്ട്. പിന്നെ രാത്രി നൈറ്റാണ് ഇറക്കുന്നത്. അപ്പം ഞാൻ അവിടെ പോയി ആ ഓപ്പറേഷൻ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടും എല്ലാത്തിനും കൂടെ. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും എങ്ങനെയൊക്കെ കടന്നു പോയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ ഉള്ളുരുക്കി പ്രാർത്ഥിക്കാൻ പോകില്ലേ, ഇവിടെ നിന്ന് ഞാൻ എനിക്ക് അറിഞ്ഞൂടെ എത്ര ബക്കറ്റ് കണ്ണീരെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച ഒരാളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ക്രൂഷ്യൽ അവസ്ഥ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഈ ഫാമിലിയിൽ കണ്ടുവന്നതാണ്. നമ്മുടെ ഫാമിലിയിൽ വരുന്നത് വരെ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ആർക്കോ വരുന്ന ഒരു രോഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വന്നു എന്ന് പറയുമ്പോൾ ഉള്ള ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ഭീകരമാണ്.